നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 20 ഞായറാഴ്ച, മേടമാസം 7-ാം തീയതിയാണ്. മോർണിംഗ് ന്യൂസിലേക്ക് വീണ്ടും നമ്മൾ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ വിശ്വാസികൾക്കും ഈസ്റ്റർ ആശംസകൾ. യേശു ക്രിസ്തുവിന്റെ ഉയിർപ്പിനെ അനുസ്മരിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കും. കുരിശു മരണത്തിനു ശേഷം 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ത്യാഗവും സഹനവും ഈ ദിനത്തിൽ വിശ്വാസികൾ സ്മരിക്കും. യേശുദേവന്റെ ഉയിർപ്പിനെ അനുസ്മരിച്ച് ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആചരിക്കുന്നു. കുരിശിലേറിയ യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റ ദിവസമെന്നാണ് വിശ്വാസം. ക്രൈസ്തവർക്ക് ഇത് പ്രത്യാശയുടെ ദിനം. ദേവാലയങ്ങളെല്ലാം അർദ്ധരാത്രി മുതൽ പ്രാർത്ഥനാ നിർഭരം. ശുശ്രൂഷകൾ, ദിവ്യബലി, പ്രത്യേക കുർബാനകൾ എല്ലാം പുലർച്ചയോടെ പൂർത്തിയായി. ഈസ്റ്റർ ആചരണത്തിന് ക്രിസ്മസ് പോലെ പ്രത്യേക തീയതിയില്ല. വലിയൊരു വിഭാഗം ക്രൈസ്തവരും ജൂലിയൻ കലണ്ടർ അനുസരിച്ചാണ് 50 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈസ്റ്റർ മുട്ടയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഓസ്ട്രേലിയയിൽ ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികൾ സമുദ്ര സ്നാനം ചെയ്യുന്നു. തെക്കൻ കൊറിയക്കാർ മനോഹരമായ ഈസ്റ്റർ ഗാനങ്ങൾ പാടിയാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ദിവ്യ സന്ദേശം പകർന്നു നൽകുന്നതാകട്ടെ ഈ ഈസ്റ്റർ ദിനം. റിസർച്ച് ഡെസ്ക് 24. 24-ന്റെ പ്രേക്ഷകർക്ക് ഈസ്റ്റർ ആശംസകൾ നേർന്ന് വിവിധ ക്രൈസ്തവ സഭകളുടെ മതമേലധ്യക്ഷന്മാർ. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള കരുത്ത് പകരുന്ന സന്ദേശമാണ് ഈസ്റ്റർ പങ്കുവയ്ക്കുന്നതെന്ന് മാർത്തോമാ സഭാധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീസസ് ഈസ് റിസൺ എന്നതാണ് ഈസ്റ്ററിൻ്റെ എക്കാലത്തെയും സന്ദേശം. ജീവിതത്തിൽ നമ്മെ തേടിയെത്തുന്ന ഏത് ദുരനുഭവത്തെയും മറികടക്കുവാൻ കരുത്ത് പകരുന്ന പ്രതീക്ഷയാണ് ഉത്ഥാനം. ഈസ്റ്റർ കേവലം വർഷത്തിലൊരിക്കൽ നോയമ്പിൻ്റെ അവസാന ദിനം മാത്രം ആഘോഷിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. അനുദിനം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കേണ്ടതാണ്. അസാധ്യതകൾ സാധ്യതയായി, നേരിൻ്റെ വിജയമായി, സാക്ഷ്യത്തിൻ്റെ പ്രേരക ശക്തിയായി ഉദ്ധാനം നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്രയ്ക്ക് ഇന്ന് സമാപനം. കോഴിക്കോട് ബീച്ചിൽ വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ 1,00,000 പേർ അണിനിരക്കും. സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പരിപാടിയുടെ ഭാഗമാകും. യാത്രയ്ക്ക് സംസ്ഥാനത്തുടനീളം വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. ലഹരിക്കെതിരെ ജനമനസ് തൊട്ടറിഞ്ഞ് ഒരു സംസ്ഥാന യാത്ര. അരുതക്രമം അരുത് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള യാത്ര കേരളം ഏറ്റെടുത്തു. 14 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കി ഇന്ന് കോഴിക്കോട് കടപ്പുറത്താണ് യാത്രയുടെ സമാപനം. കോഴിക്കോട് ബീച്ചിൽ അറബിക്കടലിനെ സാക്ഷിയാക്കി 10,000 ലഹരിക്കെതിരായ പ്രതിജ്ഞ ചൊല്ലും. കോഴിക്കോട് കടപ്പുറത്ത് പൗരാവലിയെ സാക്ഷിയാക്കി നമ്മളൊരു കാര്യം പ്രഖ്യാപിക്കും. അവസാനത്തെ MDMA-കാരനും രാസലഹരിക്കാരനും ഈ കേരളം വിട്ടുപോകണമെന്ന് 1,00,000 പേർ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയും. നിങ്ങളെല്ലാവരും കോഴിക്കോട് കടപ്പുറത്തേക്ക് വരിക. നമുക്ക് അണിചേർന്ന് ഒരേ ശക്തിയിൽ പറയണം. ഈ നാട് കുട്ടിച്ചോറാകാതിരിക്കാൻ അതേ വഴിയുള്ളൂ. വരിക കോഴിക്കോട്ടേക്ക്. മന്ത്രി PA മുഹമ്മദ് റിയാസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയാകും. 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് അധ്യക്ഷനാകും. ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ, ഗുരുരത്നം ജ്ഞാനതപസി, ഗാനരചയിതാവ് ജേതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവരും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. MG ശ്രീകുമാറും സ്റ്റീഫൻ ദേവസിയും നയിക്കുന്ന ഗാനമേളയും അകമ്പാൻഡിന്റെ സംഗീത നിശയും സമാപന സമ്മേളനത്തിന് മാറ്റുകൂട്ടും. 24 കോഴിക്കോട്.
ഇന്ന് വൈകിട്ടാണ് പരിപാടി. അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയായി വരികയാണ്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് ബീച്ചിൽ നിന്നും ചേരുന്നുണ്ട്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. ഉയർത്തെഴുന്നേൽപ്പിന്റെ അത് ഏത് ഇരുട്ടിലും നമുക്ക് ഒരു പുതിയ വെളിച്ചമുണ്ട്. ഏത് പ്രതിസന്ധിയിലും തളർന്നു വീണാൽ നമുക്ക് താങ്ങാകും. പലരും ഉണ്ടാകും അങ്ങനെ താങ്ങാകാൻ. ജീവിതത്തിന്റെ ഒരു പ്രതീക്ഷയാണത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ അക്രമത്തിനും ലഹരിക്കും എതിരെ നടത്തിയ ഈ യാത്ര. അതിനുള്ള ജനപിന്തുണയും സ്നേഹവും എല്ലാം ഏറ്റുവാങ്ങി ഇന്ന് അവിടെ കോഴിക്കോട് ബീച്ചിൽ വലിയൊരു ജനസാഗരം തന്നെ സാക്ഷി നിർത്തിയാകും നമ്മുടെ ഈ പ്രതിജ്ഞകളെല്ലാം പോവുക. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നിന്ന് നൽകാനുള്ളത്? സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായോ? കൂടുതൽ പറയൂ. സ്മിത, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. SKN യാത്രയുടെ സമാപന സമ്മേളനം നടക്കുന്ന വേദിക്ക് തൊട്ട് സമീപത്താണ് നമ്മളുള്ളത്. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ് സ്മിത. വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് എല്ലാവരും എത്തിത്തുടങ്ങും. 4 മണിക്കാണ് നമ്മുടെ പരിപാടി നമ്മൾ ആരംഭിക്കുക. അതിനുശേഷം ഈ സമാപന സമ്മേളനം അത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി AK ശശീന്ദ്രൻ വിശിഷ്ടാതിഥിയാണ്. മതമേലധ്യക്ഷന്മാരുൾപ്പെടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ ഈ പരിപാടിയുടെ ഭാഗമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം 1 ലക്ഷം പേരാണ് നമ്മുടെ ഈ സമാപന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തുക. അവർ ഈ കാണുന്ന അറബിക്കടലിനെ സാക്ഷിയാക്കിക്കൊണ്ട് അവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെയ്യും. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി 14 ജില്ലകളിലൂടെയും 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ഒരു യാത്ര നടത്തുകയാണ്. അത് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരിയെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ നിർത്തിയായിരുന്നു. വലിയ അഭൂതപൂർവമായ ജനങ്ങളുടെ പിന്തുണ ഈ ഒരു യാത്രയ്ക്ക് ലഭിച്ചിരുന്നു. ഓരോ ജില്ലകൾ കടന്നു പോകുമ്പോഴും ഓരോ ജില്ലകളിൽ നിന്നും ഒറ്റക്കെട്ടായി ലഹരിയെ, അക്രമത്തെ തുടച്ചു നീക്കും ഈ നാട്ടിൽ നിന്ന് എന്നുള്ള പ്രതിജ്ഞ, അത്തരം ഒരു ഉറപ്പ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചതാണ്. അങ്ങനെ ആ ഒരു യാത്രയുടെ പരിസമാപ്തിയാണ് ഇന്ന് കോഴിക്കോട് ബീച്ചിൽ നടക്കുക. എല്ലാവരെയും നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായി MG ശ്രീകുമാറും സ്റ്റീഫൻ ദേവസിയും ഒക്കെ നയിക്കുന്ന ഒരു ഗാനമേളയുണ്ട്. കൂടാതെ അകം ബാൻഡിൻ്റെ ഒരു സംഗീത നിശയുണ്ട്. അങ്ങനെ ഈ വലിയ വർണ്ണാഭമായ ഒരു പരിപാടിക്കാണ് കോഴിക്കോട് ബീച്ച് ഇന്ന് വൈകിട്ടോടുകൂടി സാക്ഷ്യം വഹിക്കുക. ഏതായാലും നമ്മൾ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ വലിയ പിന്തുണയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ലഹരിക്കെതിരായ പോരാട്ടത്തെ ഓരോരുത്തരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട്, താമരശ്ശേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ലഹരിയുടെ വലിയൊരു പ്രശ്നം അവർ നേരിടുന്നുണ്ടായിരുന്നു. ഓരോ ദിവസവും ലഹരി കേസുകൾ, അക്രമങ്ങൾ, അങ്ങനെയുള്ള വാർത്തകൾ എത്തിയിടത്തേക്കാണ് ഇത്തരമൊരു യാത്ര ഇതിനെയൊക്കെ തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്റർ തന്നെ മുന്നിട്ടിറങ്ങുന്നത്. അങ്ങനെ ഒരു യാത്രയുടെ പരിസമാപ്തിയാണിന്ന്. ഏതായാലും നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. 4 മണി മുതൽ നമ്മുടെ സമാപന സമ്മേളനം ആരംഭിക്കും. ലഹരിക്കെതിരായ പ്രതിജ്ഞ നമുക്ക് ഏറ്റുചൊല്ലേണ്ടതുണ്ട്. അതിനുശേഷം നടക്കുന്ന കലാപരിപാടികളിലേക്ക്, വർണ്ണാഭമായ സംഗീത നിശയിലേക്കൊക്കെ നമ്മൾ എല്ലാവരെയും ഈ കോഴിക്കോട് ബീച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്മിത. യെസ്, എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കാരണം ഇപ്പോൾ അഭിജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്, അത് എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമാണ്. അക്രമത്തിനും ലഹരിക്കും എതിരെയാണ് എല്ലാവരുടെയും ചിന്ത. അപ്പോൾ കേരളം മുഴുവനും ഇങ്ങനെ ലഹരി വർദ്ധിക്കുന്നു എന്നുള്ള വാർത്തകൾക്കിടെയാണ് ഇങ്ങനെ ഒരു യാത്ര തുടങ്ങിയത്. അതിനിന്ന് സമാപനമാകുമ്പോൾ ജനസാഗരത്തെ സാക്ഷി നിർത്തിയാകും ആ പരിപാടികളെല്ലാം. വൈകിട്ട് എല്ലാവരെയും ആ ബീച്ചിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് പാട്ട് പാടാൻ കഴിവുള്ളവർക്കൊക്കെ തന്നെ അങ്ങനെ പാടാനുള്ള ഒരു സംവിധാനമൊക്കെ ഒരുക്കിയിട്ട് വളരെ ജനകീയമായി തന്നെയാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി സ്വാഗതം. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN 40 കേരള യാത്രയ്ക്ക് തുടക്കം തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. മാർച്ച് 16-നായിരുന്നു യാത്ര തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ അഭിമുഖവും യാത്രയുടെ ഉദ്ഘാടനവും 2 ദിവസത്തെ ജില്ലാ പര്യടനങ്ങളും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. നിങ്ങളുടെ യാത്ര ശുഭകരമാവട്ടെ. തീർച്ചയായിട്ടും യാത്രയിൽ കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ എനിക്ക് കൈമാറും. അത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഞാനതൊരു ഒരു ഗവേഷണ ഗ്രന്ഥം പോലെ ഒരു ബുക്കാക്കി അങ്ങേക്ക് അതിൽ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഒന്നിച്ച് നിൽക്കേണ്ട കാര്യമാണല്ലോ. ഇതിനകത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. സന്തോഷമായിട്ട് ആവട്ടെ. യാത്ര വിജയിക്കട്ടെ. ഓക്കെ, താങ്ക് യു. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിയുമായി നടത്തിയ അഭിമുഖമായിരുന്നു മാധ്യമലോകത്ത് ചരിത്രമായി മാറിയ യാത്രയുടെ തുടക്കം. അഭിമുഖത്തിൽ സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി തലസ്ഥാന നഗരിയിൽ ലഹരി വിരുദ്ധ യാത്ര. തുടർന്ന് 100-ലധികം അമ്മമാരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടന പരിപാടി. അപ്പോൾ ഈ അമ്മമാരി മഹത്തായ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ഒന്നിച്ചണി ചേർന്ന് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റും. നമുക്കൊരു കഷ്ടിച്ചൊരു 6 മാസത്തിനകം കേരളം മുക്തമാക്കിയേ പറ്റൂ, പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന്. മാർച്ച് 17-ന് പ്രമുഖർ പങ്കെടുത്ത ഗുഡ് മോർണിംഗ് വിത്ത് R ശ്രീകണ്ഠൻ നായർ നഗരഹൃദയത്തിലൂടെ ലഹരി വിരുദ്ധ സന്ദേശവുമായി നീങ്ങി. അൺകണ്ടീഷണൽ സപ്പോർട്ടാണ്.
കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ. ഞങ്ങൾ കൂടെയുണ്ട്, എല്ലാവരുടെയും. നിങ്ങളെല്ലാം ചെയ്യുന്ന ഈ ഒരു വലിയ കാര്യം മഹനീയമായ ഒരു ദൗത്യമാണ്, ഒരു മിഷനാണ്. നമ്മൾ കൂട്ടായിട്ടൊരു ശ്രമം നടത്തിയാൽ ഇത് വിജയിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ 30 ഡേയ്സിനുള്ളിൽ തന്നെ ഇതിൻ്റെ വലിയൊരു റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തെ രാജ്യാന്തര യശസ്സിലേക്ക് ഉയർത്തിയ വിഴിഞ്ഞം കപ്പൽശാലയിലെ സൗകര്യങ്ങൾ ലോകം കണ്ടതും SKNന്റെ കേരള യാത്രയിൽ. നമുക്കിപ്പോൾ ഈ ഇത്രയും വലിയൊരു വീഡിയോ വാള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ്, ഏത് കപ്പലാണ്, ഏത് സമയത്താണ് നമ്മുടെ കരക്ക് അടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു 3D മോഡലിംഗ് ആണ് അതിൽ ഇപ്പോൾ നിങ്ങൾ അവിടെ കാണുന്നത്. സാറ്റലൈറ്റ് ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഈ വെഹിക്കുലർ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ ഇവിടുത്തെ കൺട്രോളേഴ്സ് എല്ലാവരും ഉള്ളത്. നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും കടന്ന് കേരള തമിഴ്നാട് അതിർത്തിയായ പാറശാലയിലും യാത്രയെത്തി. തിരുവനന്തപുരത്തെ ജനങ്ങൾ യാത്രയെ ഹൃദയത്തോട് ചേർത്തു. ഒരുപാട് ആളുകളെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ കണ്ടിട്ടുണ്ട്. ആ കാഴ്ചയിലൂടെ മനുഷ്യ മനസ്സുകൾ അറിഞ്ഞിട്ടുണ്ട്. ആ അറിവ് കേരളത്തിന് ഗുണകരമാകും. വെഞ്ഞാറമൂട്ടിൽ കേരളത്തിന്റെ വേദനയായി മാറിയ അഫാന്റെ പിതാവ് റഹീമിനെയും യാത്ര ചേർത്തു പിടിച്ചു. അങ്ങേക്ക് ഭൂമിയുണ്ടോ? ഭൂമി കണ്ടെത്തണം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം. ഞങ്ങളൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങിയതാണ്. അങ്ങയുടെ ജീവിതമൊക്കെ നമ്മൾ ആൾക്കാരുടെ അങ്ങേക്ക് ഒരു വീട് ഞങ്ങൾ വെച്ച് തരും കേട്ടോ. നിങ്ങൾ അതിൽ നിന്നും വിഷമിക്കേണ്ട കാര്യം ഈ നാട് മുഴുവൻ അങ്ങയുടെ കൂടെ ഉണ്ട്. ടെക്നോ പാർക്കിലെ IT പ്രൊഫഷണലുകൾ, വർക്കല ശിവഗിരിയിലെ ആത്മീയ ആചാര്യന്മാർ, ചിറയൻകീഴിലും ആറ്റിങ്ങലിലും കിളിമാനൂരിലും പിന്തുണ നൽകിയ സാധാരണ മനുഷ്യർ, അങ്ങനെ ഇവരെയൊക്കെ പിന്നിട്ട് SKNന്റെ കേരള യാത്ര മാർച്ച് 19 കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു. 24 തിരുവനന്തപുരം. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച SKN40 കേരള യാത്രയ്ക്ക് കൊല്ലത്തും ലഭിച്ചത് വലിയ സ്വീകാര്യത. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് യാത്രയിൽ പങ്കാളികളായത്. നിലമേൽ വാഴോട് സ്വദേശി രജനി എന്ന വീട്ടമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു തുടക്കം. നിലമേൽ ജംഗ്ഷനിൽ വിസ്മയുടെ മാതാപിതാക്കളെ കാണാൻ SKN എത്തി. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ 24-നൊപ്പം ചേർന്ന വിസ്മയുടെ കുടുംബവും. ഒളിമ്പ്യൻ അനസിന്റെ പരിശീലകരും നാട്ടുകാരും നിലമേലിൽ പരിപാടിയിൽ പങ്കെടുത്തു. ലഹരി മനുഷ്യനെ കൊല്ലുന്നതാണെന്ന മുന്നറിയിപ്പുമായി ഇടമുളയ്ക്കൽ LP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സ്കിറ്റ്. അഞ്ചലിലും കരവാളൂരിലും നൂറുകണക്കിന് പേരാണ് 24ന്റെ ലഹരിവിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. പുല്ലൂർ SN കോളേജിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന വലിയ സംഘമാണ് 24ലൂടെ ലഹരിക്കെതിരെ ശബ്ദമുയർത്തിയത്. കാലാവസ്ഥയെപ്പോലും വകവയ്ക്കാതെ വിളക്കുടി സ്നേഹതീരത്തും കുന്നിക്കോടും മേലിലും ചെങ്ങമനാടും ജാതിയുടെ ഭാഗമായത് സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ. ശാസ്താംകോട്ട തടാകക്കരയിലെ മുളങ്കാടകത്തിലെ ലഹരിവിരുദ്ധ കേന്ദ്രങ്ങളെ തുറന്നു കാണിച്ച 24ലൂടെ ജനം മുന്നോട്ട് വന്നു. ലഹരി പോരാട്ടങ്ങളുടെ കഥ പറഞ്ഞ് എക്സൈസ് ഉദ്യോഗസ്ഥരും ഒപ്പം കൂടി. ഒരു ടൂറിസം സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് അവിടെ ഒരു എൻട്രൻസ് ഭാഗത്ത് ഒരു വാച്ചർ നിയമിച്ച് നമുക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത് വലിയ ഉപകാരമായിരിക്കും. എൻഫോഴ്സ്മെന്റ് എന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ വിമുക്തി പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വരുന്നുണ്ട്. ഇവിടെ വരുമ്പോഴും പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത് നമുക്ക് കുടുംബമായിട്ട് വന്നിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. 24 വാർത്തയ്ക്ക് പിന്നാലെ ശാസ്താംകോട്ട മുളങ്കാടിലെ ലഹരിവിരുദ്ധ കേന്ദ്രങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് തേടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രംഗത്ത് വന്നു. ക്യാമ്പസുകളിൽ നിന്ന് ലഹരി അകറ്റി നിർത്തുമെന്ന് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ വിദ്യാർത്ഥികൾ 24ലൂടെ ലോകത്ത് വിളിച്ചു പറയുന്ന കാഴ്ചയും ജനം കണ്ടു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. തുടർന്ന് മണ്ടോർത്തുരുത്തിലും നീരാവിലും കൊല്ലം SN കോളേജിലും എത്തി ജനകീയ യാത്ര. മനയിൽ ഗ്രൗണ്ടിലെത്തിയ ലഹരിവിരുദ്ധ ജാഥയിൽ കായിക താരങ്ങളായ കുട്ടികളും ഒപ്പം ചേർന്നു. തുടർന്ന് ഇളമ്പള്ളൂരിൽ ചേർന്ന ലഹരിവിരുദ്ധ സദസ്സിൽ നിരവധി പേർ പങ്കാളികളായി. 24 കൊല്ലം.
NDPS കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോ നാളെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. ഷൈനെ വിശദമായി ഒരു തവണ കൂടി ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയത്. സജീറുമായി ഷൈൻ ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി പരിശോധിക്കുന്നു. ഷൈനൊപ്പം പ്രതി ചേർക്കപ്പെട്ട കോഴിക്കോട് സ്വദേശിയെയും പോലീസ് ചോദ്യം ചെയ്യും. നടന്റെ അറസ്റ്റോടുകൂടി സിനിമാ മേഖലയിൽ പരിശോധനകൾ കൂടുതൽ കർശനമാക്കാനാണ് പോലീസിന്റെ നീക്കം. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. മകന്റെ വിവാഹത്തോടൊപ്പം 25 യുവതികളുടെ വിവാഹവും നടത്തിയിരിക്കുകയാണ് മലപ്പുറം കൊക്കൂർ സ്വദേശി അഷ്റഫ്. യുവതികൾക്ക് വേണ്ട സ്വർണവും വസ്ത്രവും ഒപ്പം 15,000 പേർക്ക് വിവാഹ സൽക്കാരവും ഒരുക്കിയിരുന്നു. അഷ്റഫിന്റെ മകൻ മുഹമ്മദ് ഫൈസലിന്റെ വിവാഹ പന്തലാണ് കാരുണ്യത്തിന്റെ സ്നേഹപന്തലായി മാറിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 25 യുവതികളെ കണ്ടെത്തി അവർക്ക് മംഗല്യമൊരുക്കി. എല്ലാവർക്കും സ്വർണ്ണാഭരണവും വസ്ത്രവുമെല്ലാം അഷ്റഫ് തന്നെ നൽകി. കുറെ കുട്ടികൾക്ക് ജീവിതം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ആരും ഒരാൾക്ക് ഒരു കുട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതേ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. എന്റെ സഹപ്രവർത്തകർ അവർ തെരഞ്ഞെടുത്ത് പല ഭാഗങ്ങളും പോയിട്ട് അതിന് അർഹതപ്പെട്ട ആൾക്കാരെ മാത്രമാണ് തെരഞ്ഞെടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ളത്. തന്റെ അടുത്ത മകന്റെ വിവാഹത്തിന് 50 യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യം ഒരുക്കാനാണ് അഷ്റഫിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം. ഇൻഷാ അല്ലാഹ് മോളെ നെക്സ്റ്റ് മോളെ ഒരു കല്യാണം വരുമ്പോൾ ഒരു 50 കുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. നേരത്തെ മകളുടെ വിവാഹത്തിന് 10 യുവതികൾക്ക് വിവാഹം ഒരുക്കിയിരുന്നു. 24 തിരൂർ. ഈസ്റ്റർ പ്രഭാതത്തിൽ വളരെ സന്തോഷം നൽകുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നല്ലൊരു സന്തോഷം തരുന്ന റിപ്പോർട്ട്, പോസിറ്റീവ് സ്റ്റോറിയാണത്. പക്ഷേ ഇനി നമ്മൾ പോകുന്നത് വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. അസ്വസ്ഥതപ്പെടുത്തുന്ന വാർത്ത. തൃശൂർ കോടശ്ശേരിയിൽ തർക്കത്തിനിടെ അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്തി. കോടശ്ശേരി സ്വദേശി ഷിജു ആണ് കൊല്ലപ്പെട്ടത്. പ്രതി അന്തോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൂരജ് സജി ചേരുന്നു തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, അത്ര സുഖകരമുള്ള വാർത്തയല്ല. ഇന്ന് പ്രഭാതത്തിലാണോ ഇത് സംഭവം? എന്താണ് നടന്നത്? കൂടുതൽ വിവരങ്ങൾ. എങ്ങനെയാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നോ ഇതിനു മുൻപ്? സ്മിത, ഇന്നലെ രാത്രി 10:30ക്കും 11 മണിക്കും ഇടയിലാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. ഈ തൃശൂർ കോടശ്ശേരി പഞ്ചായത്തിലെ സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം താമസിക്കുന്ന ഈ ഷിജു ആണ് കൊല്ലപ്പെട്ടത്. 42 വയസ്സായിരുന്നു. ഈ അയൽവാസിയായിട്ടുള്ള ആളാണ് ഈ ഷിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അന്തോണി എന്ന് പറയുന്ന 69-കാരനാണ് ഷിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഇന്നലെ ഇരുവരും മദ്യപിച്ചിരുന്നു. അത് ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയല്ല, പ്രത്യേകം ഇവർ മദ്യലഹരിയിലായിരുന്നു. അതിനിടയിലാണ് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഈ ഷിജുവിനെ അന്തോണി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരുടെ വീട്ടിലെ നായ ഈ തൊട്ടടുത്ത പറമ്പിൽ കയറിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളിക്കുളങ്ങര പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അന്തോണിയെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരുവരും തമ്മിൽ നേരത്തെ ഒന്നും തന്നെ ഒരു തരത്തിലും തർക്കം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ പെട്ടെന്നുണ്ടായ പ്രകോപനം, ആ പ്രകോപനത്തെ തുടർന്നാണ് അന്തോണി ഷിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്മിത, യെസ്, സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേർന്നത്. തൃശൂർ കോടശ്ശേരിയിലാണ് ഈ സംഭവം. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് സപ്ലൈകോ ഫെയറുകൾക്ക് സർക്കാർ തുടക്കം കുറിച്ചെങ്കിലും 1 കിലോ അരി പോലും ഇറക്കാത്ത ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റ് കൊല്ലം കൊട്ടാരക്കരയിലുണ്ട്. ഇറക്കുകൂലി ലഭിക്കാതെ ചുമട്ടു തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചതാണ് ഉപഭോക്താക്കളെ ദുരിതത്തിലാക്കിയത്. വകുപ്പ് മന്ത്രിയുടെ പാർട്ടിയുടെ തൊഴിലാളി സംഘടനയായ AITUC ആണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഒന്നായിരുന്നു കുന്നിക്കോട്ടേത്. എന്നാൽ കഴിഞ്ഞ കുറെ നാളായി വിൽപ്പനയിൽ ഏറെ പിന്നിലാണ് ഇവിടം. സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ ലഭിക്കാതായതോടെയാണ് കച്ചവടം കുറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല, അരിയില്ല, പഞ്ചസാരയില്ല, മുളകില്ല, മല്ലിയില്ല. ഇതിനെല്ലാം 5-10 രൂപ കുറഞ്ഞെന്ന് പത്രത്തിൽ ഉണ്ടായിരുന്നു. അത് കണ്ടാൽ വന്നല്ലേ, വരത്തില്ലായിരുന്നു. പേരേ ഉള്ളൂ, ഒരു സാധനവും ഇല്ല, എല്ലാത്തിനും വിലയുക. പക്ഷെ അതിൽ നല്ലത് കടയിൽ പോയി മേടിക്കുന്നേ നല്ലത്. സബ്സിഡി സാധനം ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ആളില്ലാത്ത. എന്താ ലോഡിങ്ങാരെ ഇറക്കാത്ത? സബ്സിഡി സാധനം ഇല്ല, അതുകൊണ്ടല്ലേ പാവങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിയില്ലയോ. വിഷു ഈസ്റ്റർ ഫെയർ സാധനങ്ങൾ ഔട്ട്ലെറ്റിലെത്തിയെങ്കിലും ചുമട്ടു തൊഴിലാളികൾ ഇറക്കാൻ തയ്യാറായില്ല. വർദ്ധിപ്പിച്ച കൂലി നൽകാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് തയ്യാറാകാത്തതാണ് സമരത്തിന് കാരണം. ഇതോടെ ഔട്ട്ലെറ്റിലെത്തിച്ച സാധനങ്ങൾ ഡിപ്പോയിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോയി. നമ്മൾ ഒരുപാട് ലെറ്റർ കൊടുക്കുകയും പിന്നെ അതിനുള്ള ചർച്ചകൾ ചെയ്യുകയും ഒന്നും
ഒന്നും അവർ തീരുമാനം കൊണ്ട് വരുന്നില്ല. നമ്മൾ കഴിഞ്ഞ 2024 ഏപ്രിൽ നമുക്ക് 1-ാം തീയതി കിട്ടേണ്ടതാണ്. അന്ന് നമ്മൾ 24 പിന്നെ ഫെബ്രുവരിയിൽ നമ്മൾ 2-ാം മാസം കൊടുക്കുന്നതായിരുന്നു ഇതിൻ്റെ കൂലി കൂട്ടണം പറഞ്ഞ്. അത് 1-2 ചർച്ച കഴിഞ്ഞ് പക്ഷേ ഇതൊരു ധാരണ ഒന്നും ആവുന്നില്ല. നിരവധി തവണ കത്ത് നൽകിയിട്ട് പോലും കൂലി വർദ്ധിപ്പിക്കുന്നതിൽ നടപടി ഉണ്ടായില്ല. ഇതോടെയാണ് പ്രത്യക്ഷ സമരത്തിന് നിർബന്ധിതരായതെന്ന നേതാക്കൾ. 2024 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ വർദ്ധിപ്പിച്ച കൂലി നൽകുന്നതിന് വകുപ്പിൻ്റെ അധികാരികളുടെ ഭാഗത്തു നിന്നൊരു സമീപനം ഉണ്ടാകുന്നില്ല. നിരവധി തവണ സൂപ്പർ മാർക്കറ്റിലെ ഉദ്യോഗസ്ഥരോട്, അസിസ്റ്റന്റ് മാനേജരോട്, പൊല്ലൂർ അസിസ്റ്റന്റ് മാനേജരോട്, തിരുവനന്തപുരം റീജിയണൽ മാനേജരോട്, അവസാനം നിരന്തരമായി MD ഓഫീസിലും ബന്ധപ്പെട്ടിട്ടും അതിനൊരു മുന്നോട്ട് പോക്ക് നടക്കുന്നില്ല. വിലക്കയറ്റത്താൽ വീർപ്പുമുട്ടുന്ന ജനങ്ങൾക്ക് തെല്ലൊരാശ്വാസമായ സപ്ലൈകോ ചുമട്ടുതൊഴിലാളികളെ കൂലി നൽകാതെ ചതിക്കുമ്പോൾ ദുരിതമനുഭവിക്കുന്നത് പാവം ഉപഭോക്താക്കൾ കൂടിയാണ്. ചെറിയ പെരുന്നാളിന് മുമ്പ് തന്നെ കുന്നിക്കോട് സപ്ലൈകോയിലേക്ക് സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ലോഡ് എത്തിയിരുന്നു. ഇറക്കുകൂലി നൽകാത്ത ഒറ്റ കാരണം കൊണ്ടാണ് അവയൊക്കെ ഈ റാക്കുകളിൽ നിറയാതെ പോയത്. ഈ ഈസ്റ്റർ കാലത്തും ഇവിടെ എത്തുന്ന ഉപഭോക്താക്കൾക്ക് നിരാശരായി മടങ്ങേണ്ട അവസ്ഥ. കുന്നിക്കോട് സപ്ലൈകോയിൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. JEE മെയിൻ പരീക്ഷയിൽ കേരളത്തിൽ ഒന്നാമനായി അക്ഷയ് ബിജു. 99.996% സ്കോറോടെ അഖിലേന്ത്യാ തലത്തിൽ 98ാം റാങ്ക് നേടി പാലാ ബ്രില്യന്റിലെ അക്ഷയ്. കേരളത്തിലെ ആദ്യ 5 സ്ഥാനക്കാരും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. അഖിലേന്ത്യാ തലത്തിൽ 15 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ JEE മെയിൻ എൻട്രൻസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടിയിരിക്കുകയാണ് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. കോട്ടയം മാന്നാനം KE സ്കൂളിലെ വിദ്യാർത്ഥിയായ കോഴിക്കോട് സ്വദേശി അക്ഷയ് ബിജു കേരളത്തിൽ ഒന്നാമനായി. 99.996%ഓടെ ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ 98ാം സ്ഥാനവും അക്ഷയ് നേടി. ഗൗതം വാത്യാട്ട്, മിലൻ ജോസ്, ആദിത്യ രതീഷ്, മാഹിർ അലി എന്നിവരാണ് കേരളത്തിലെ ആദ്യ 5 സ്ഥാനക്കാർ. പാലാ ബ്രില്യന്റിലെ 400ഓളം വിദ്യാർത്ഥികളാണ് 99% മുകളിൽ സ്കോർ കരസ്ഥമാക്കിയത്. ആദ്യ 1000 റാങ്കിനുള്ളിൽ 11 പേരും 2000 റാങ്കിനുള്ളിൽ 24 പേരും ഇടം പിടിച്ചു. IIT, NIT തുടങ്ങി രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിലെ പ്രവേശനം വിദൂര സ്വപ്നമല്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. 24 കോട്ടയം. IPL ഇന്ന് ഗ്ലാമർ പോരാട്ടങ്ങൾ. ഉച്ചതിരിഞ്ഞ് 3:30 പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് ബ്ലോക്ക് ബസ്റ്റർ മത്സരം. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും വീണ്ടും മുഖാമുഖം. മൊഹാലിയിലും ജയമാവർത്തിക്കാൻ പഞ്ചാബ് ഇറങ്ങുമ്പോൾ ചിന്നസ്വാമിയിലെ നാണക്കേടിന് ബംഗളൂരുവിന് മറുപടി കൊടുക്കണം. ബംഗളൂരുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് നിരയെ വെറും 95 റൺസിന് എറിഞ്ഞൊതുക്കുകയും വിജയലക്ഷ്യം അനായാസം അടിച്ചെടുത്തുമായിരുന്നു പഞ്ചാബിന്റെ തകർപ്പൻ ജയം. 7 മത്സരങ്ങളിൽ 5 ജയിച്ച 10 പോയിന്റുള്ള ശ്രേയസിനും സംഘത്തിനും മികച്ച ജയമുണ്ടെങ്കിൽ പോയിന്റ് പട്ടികയുടെ തലപ്പത്തെത്താം. എതിരാളികളുടെ മൈതാനത്താണ് ബംഗളൂരുവിന് ഭാഗ്യം. ജയിച്ച 4 മത്സരങ്ങളും എവേ ഗ്രൗണ്ടിലായതിനാൽ 5ാം ജയം മൊഹാലിയിൽ മോഹിക്കുന്നു RCB-ക്കാർ. രാത്രി 7:30 IPL എൽ ക്ലാസിക്കോയുടെ വാങ്കഡെ വേർഷനാണ്. ചിരവൈരികളായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും വീണ്ടും ഏറ്റുമുട്ടുന്നു. ചെപ്പോക്കിൽ നടന്ന കളിയിൽ 4 വിക്കറ്റിന് ചെന്നൈ ജയിച്ചിരുന്നു. കഴിഞ്ഞ 4 പോരുകളിലേതെന്നപോലെ ജയമാവർത്തിക്കാൻ MS ധോണിയും സംഘവും ഇറങ്ങുമ്പോൾ കണക്ക് തീർക്കുകയാണ് ഹാർദിക് സ്ക്വാഡിന്റെ ലക്ഷ്യം. പോയിന്റ് പട്ടികയുടെ അടിവാരത്ത് നിന്ന് കരകയറാനും പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താനും ചെന്നൈക്ക് ജയം അനിവാര്യമാണ്. അതേസമയം തുടർച്ചയായ 3ാം ജയത്തോടെ പോയിന്റ് പട്ടികയുടെ ആദ്യ പകുതിയിലേക്ക് മുന്നേറുകയാണ് മുംബൈയുടെ ലക്ഷ്യം. സ്പോർട്സ് ഡെസ്ക് 24. മോർണിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ.